हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. 64 65 എടുക്കാം. അനിവർത്തീനിവൃത്താത്മാ സംക്ഷേപ്താക്ഷേമകൃശ്ചിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമദംവര ശ്രീധശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമം ലോകത്രയാശ്രയ. ഇന്നത്തെ നാമം ഒരു മിനിറ്റ്. 597 നിവൃത്താത്മ. നിവൃത്താത്മ എന്ന് വെച്ചാൽ വിഷയസുഖങ്ങളിൽ വിഷയസുഖങ്ങളിൽ നിന്ന് വിമുക്തനായവൻ എന്നർത്ഥം. സ്വാഭാവികം, അവൻ്റെ കാര്യം പിന്നെ അങ്ങനെയല്ലേ. നിത്യ സിദ്ധപരമാനന്ദനായ ഭഗവാന് തുച്ഛവും താൽക്കാലികവുമായ ഒരു വിഷയസുഖങ്ങളിലും താല്പര്യമില്ല. ക്ഷണികമാണിതെല്ലാം. ഭഗവാന്റെ കാര്യമല്ല, നമുക്കും അങ്ങനെയാണ് വേണ്ടത്. അതാണ് ഐഡിയൽ. ആത്മസ്വരൂപത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ എപ്പോഴും അതിൽ തന്നെയാണല്ലോ നിലനിൽക്കുന്നത്. ബാഹ്യവിഷയങ്ങളിൽ ഒന്നും നേടാനില്ല. നമ്മേ പാർത്ഥഹസ്തി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന, ഒന്നും നേടാനില്ല. ഐ എം ഫുൾഫിൽഡ്, ലൈഫ് ഈസ് ഫുൾഫിൽഡ്. മാത്രമല്ല ത്രിഗുണ സംബന്ധമായ ഒരു വിഷയം ഭഗവാനെ ബാധിക്കുന്നുമില്ല. കാരണം ഗുണാതീതനാണ് ഭഗവാൻ. ഈ ബാഹ്യലോകങ്ങളിൽ പെട്ടതെല്ലാം ത്രിഗുണാത്മകമാണ്. സത്വഗുണം, രജോ ഗുണം അല്ലെങ്കിൽ തമോ ഗുണം, ഓർ അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അതിൻ്റെ കോമ്പിനേഷനാണ് എല്ലാം. പ്യുവറായിട്ട് സാത്വികോ, പ്യുവറായിട്ട് രജസിക്കോ, പ്യുവറായിട്ട് തമസോ ഉണ്ടാവില്ലല്ലോ. ഒക്കെ വേരിയും കോമ്പിനേഷൻസാണ്. പെർസെൻറ്റേജ് കെമിക്കൽ കോമ്പോസിഷൻ നോക്കുന്ന പോലെ ഈ മരുന്നിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ. 1 gram of so and so contains so and so percentage sugar, so and so percentage mineral, എത്ര പെർസെൻറ്റേജ് എന്നൊക്കെ ഫോർമുലേഷൻ ഡ്രഗിൻ്റെ ഒക്കെ എഴുതി കാണാറില്ല. അതേപോലെ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഓരോ ഐറ്റത്തിനും അതിൻ്റേതായിട്ടുള്ള ത്രിഗുണ ഫോർമുലേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഗുണത്തിന് അതീതമായിട്ടുള്ളവനെ ആ ഗുണങ്ങളെ ബാധിക്കില്ല. കഴിഞ്ഞ നാമത്തിൽ നമ്മൾ കണ്ടത് ഭഗവാൻ അനിവർത്തിയാണ്. സദാസമയത്തും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവൻ, റെസ്റ്റില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവൻ, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നവൻ. പ്രവൃത്തി
പ്രവൃത്തി മാർഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ. ഈ നാമത്തിൽ പറയുന്നു നിവൃത്താത്മാ. ഭഗവാൻ നിവൃത്തിയും കൂടി ഉണ്ട്. ഭഗവാൻ ചെയ്യുന്ന ഓരോ പ്രയത്നത്തിലും ഭഗവാൻ നിവൃത്തി കണ്ടെത്തുന്നു. കർമ്മണ്യ അകർമ്മണ പശ്യേത്. കർമ്മത്തിൽ അകർമ്മണം കാണാനുള്ള കഴിവും അകർമ്മത്തിൽ കർമ്മം കാണാനുള്ള കഴിവും ഭഗവാനുണ്ട്. അത് ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതൊന്നും രാഗദ്വേഷ വെച്ചിട്ടല്ല. അതുകൊണ്ട് സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, സത്വപ്രധാനമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ലോകസംഗ്രഹത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അഹങ്കാരമോകാരങ്ങളൊന്നും ഇല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നമുക്ക് അകർമ്മം കാണാനെത്തും. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം ഗുണങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. കുട്ടികളെന്തോ അങ്ങോട്ട് ഇങ്ങോട്ട് തമ്മിൽ തല്ലുന്നതല്ലാണ്ട് ഞാൻ ഇതിലൊന്നും ഇടപെടുന്നില്ല. ഒക്കെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള കളികൾ. വൈ ഷുഡ് ഐ ഇൻ്റർഫിയർ? ആ ഒരു ഇന്നിപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഫെയറി ടെയിലായിട്ട് തോന്നും. പക്ഷെ നമ്മളത്ര പരിചയിച്ചിട്ടില്ല. ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ മനസ്സുകൊണ്ട് വിമുക്തി നേടിയിട്ട് മാറി നിൽക്കാനുള്ളൊരു കഴിവ് നമുക്ക് സിദ്ധിച്ചിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യം. അത് ശരി. പക്ഷെ അത് നമുക്ക് കൈവരിക്കാത്തത് കൊണ്ട് അതൊരാൾ പറയുമ്പോൾ ഇതൊരു അറബിക്കഥയല്ലേ എന്ന് തോന്നും. അറബിക്കഥയല്ല. മനുഷ്യൻ്റെ ഓരോ കർമ്മങ്ങളിലും അകർമ്മം കാണണം. എ നോൺ കർമ്മ ഫാക്ടർ ഇൻ എവറി കർമ്മ യു ഡു ആൻഡ് എ കർമ്മ ഫാക്ടർ ഇൻ എവറി നോൺ കർമ്മ ഫാക്ടർ യു ഡു. അപ്പോൾ ഉണ്ടാകേണ്ട ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിലും അതിലൊരു കർമ്മത്തിനെ കണ്ടെത്തണം. ഉണ്ട്, അതിലൊരു കർമ്മം ഉണ്ട്. ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കർമ്മം തന്നെയാണ്. അതേപോലെ തന്നെ കർമ്മം ചെയ്യുമ്പോഴും കർത്തൃത്വഭാവം ഇല്ലാതിരിക്കുക, ഭോക്തൃത്വഭാവം ഇല്ലാതിരിക്കുക. അതാണ് അകർമ്മം എന്ന് പറയുന്നത്. അതാണ് നിവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ പ്രവൃത്തിയും നിവൃത്തിയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ രണ്ട് വ്യവഹാരങ്ങൾ, ഈ ലോകത്തിലുള്ള എല്ലാ വ്യവഹാരങ്ങളും ഈ രണ്ട് തരമായിട്ട് തിരിക്കാം. ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി. ഒന്ന് ചെയ്യുന്നത്, ഒന്ന് ചെയ്യാതിരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ശങ്ക കൂടാതെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു പിടുത്തം വേണം. പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാർക്ക്. സന്യാസിമാർക്ക് അധികം വേണ്ട, അവർക്ക് പ്രവൃത്തി അധികം ഉണ്ടാവില്ല. അപ്പോൾ നിവൃത്തി ഉണ്ടാവുള്ളൂ. കാരണം അവരുടെ പ്രവൃത്തിയൊക്കെ പൂർവാശ്രമത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സാത്വികമായിട്ടുള്ള പ്രവൃത്തികളായിരിക്കണം. അപ്പം ഇത് രണ്ടും തിരിച്ചറിയണം എന്നർത്ഥം. അതാണ് ഭഗവാൻ ഒരു കയ്യിൽ ചമ്മട്ടിയും ഒരു കയ്യിൽ ചാട്ടവാറും. ചമ്മട്ടിയും ഒരു കയ്യിൽ കടിഞ്ഞാണും. ചമ്മട്ടി പറഞ്ഞ് ചാട്ടവാറാണ്. ഒരു കയ്യിൽ ചമ്മട്ടി, ഒരു കയ്യിൽ കടിഞ്ഞാണും. ഭഗവത്ഗീതയുടെ തത്വം അതാണ്. പ്രവൃത്തിയും നിവൃത്തിയും കൂടി കലർന്നതാണ് നമ്മുടെ ജീവിതം. അതിനെ ഭഗവാനാണ് നയിക്കുന്നത്. പ്രവൃത്തി ചെയ്യാനും ഭഗവാൻ, നിവൃത്തി ചെയ്യാനും ഭഗവാൻ. കടിഞ്ഞാണ് പിടിച്ച് കുതിരകളെ വേണ്ട പോലെ നിയന്ത്രിക്കാനും ഭഗവാൻ. ഇന്ദ്രിയങ്ങളെ 5 കുതിരകളാണ്, അപ്പം 5 ഇന്ദ്രിയങ്ങളാണ്. ആ 5 ഇന്ദ്രിയങ്ങളെ വേണ്ട പോലെ നിയന്ത്രിക്കാൻ എപ്പോൾ സ്പീഡ് കൊടുക്കണം, എപ്പോൾ സ്പീഡ് കുറയ്ക്കണം. വാൽവ്, വെള്ളം വരുന്ന വാൽവ് നമ്മൾ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യില്ലേ പൈപ്പിൽ, അത് നമ്മുടെ നിയന്ത്രണത്തിലാവണം, ആ സ്വാധീനത്തിലാവണം. അല്ലാണ്ട് ഇന്ദ്രിയങ്ങളുടെ സ്വാധീനത്തിൽ നമ്മളാവരുത്. തയോർ നവശമാഗച്ഛേത്. നമ്മൾ അവരുടെ വശത്തിൽ പോകരുത്. ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളെ കാണുമ്പോൾ രാഗവും ദ്വേഷവും ഉണ്ടാവും. പക്ഷെ നമ്മൾ അവരുടെ വലയിൽ പെടരുത്. അതറിഞ്ഞ് നമ്മൾ നടക്കുക. അപകടക്കാരാണത് എന്നറിഞ്ഞ് നമ്മൾ വയ്ക്കുക. അതുകൊണ്ടാണ് ചമ്മട്ടിയും കടിഞ്ഞാണ് വലിക്കേണ്ടവിടുത്ത് കടിഞ്ഞാണ് വലിക്കും. അടിച്ച് കർമ്മം ചെയ്യിക്കേണ്ടവിടുത്തെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ചെയ്യും. അതാണ് ചമ്മട്ടി രണ്ടുള്ള സിംബോളിക്. അപ്പോൾ ഇത് ഏത് ആണ് നിവൃത്തി, ഏതാണ് പ്രവൃത്തി എന്ന് നമ്മൾ നിശ്ചയിക്കണം. ഏതാണ് നമ്മുടെ ധർമ്മം? ഒരു പ്രത്യേക കർമ്മം എടുത്ത് നമ്മൾ ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ
പ്രവൃത്തിയായിട്ട് ചെയ്യേണ്ടതാണോ നിവൃത്തിയായിട്ട് ചെയ്യേണ്ടതാണോ ആ കർമ്മം എന്നുള്ളത്, ആ ചെയ്യലാണ് അതിൻ്റെ ധർമ്മം. ആ കർമ്മത്തിൻ്റെ ധർമ്മം അതാണ്. അപ്പോൾ ആ ധർമ്മം എന്താണ് നമ്മൾ വേണം തീരുമാനിക്കാൻ. നമ്മുടെ വ്യക്തിത്വത്തിന് തീരുമാനിക്കാനുള്ള കഴിവില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുപിടിച്ചോളൂ. ആരെ? തസ്മാത് ശാസ്ത്രം പ്രമാണം ച. ശാസ്ത്രം എന്താ പറഞ്ഞിരിക്കണത്? ഉപനിഷത്തുകളും പുരാണങ്ങളും വേദങ്ങളും എന്താ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എസ്റ്റാബ്ലിഷ്ഡ് ശാസ്ത്രാസ്. അല്ലാണ്ട് ഹിസ്റ്ററി ബുക്കും ജോഗ്രഫി ബുക്കും ഫിസിക്സും സയൻസും നോക്കിയിട്ടൊരു കാര്യമില്ല. ഇത് ആ സബ്ജക്റ്റ് അല്ല. അത് ഹ്യൂമൻ ബിഹേവിയർ. ആ ഹ്യൂമൻ ബിഹേവിയറിന് ഹ്യൂമൻ സയൻറ്റിസ്റ്റ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികന്മാർ. അതിനെ ശരണം പ്രാപിക്കൂ. തസ്മാത് ശാസ്ത്രം പ്രമാണം ച. അതും അറിയില്ലേ? അതിലത്തെ ഭാഷയൊന്നും അറിയില്ല, അത് കണ്ടുപിടിക്കാൻ പാടാണ്. എന്തൊക്കെയോ ആരൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു, മനസ്സിലാവുന്നില്ല. ഒരു ഗുരുനാഥനെ സമീപിക്കൂ. അപ്രോച്ച് എ ഗൈഡ്, എ ഫ്രണ്ട്, എ ഗൈഡ് ഓർ എ ഫിലോസഫർ. ഒരു ഉപദേശം തരും. അതല്ലാതെ നാട്ടുകാർ പറഞ്ഞ മുഴുവൻ കേട്ട് നടക്കരുത്. ഒരാളോട് ചോദിക്കുമ്പോൾ മൂന്നാളോട് ചോദിച്ചാൽ 4 അഭിപ്രായം പറയും. അതെ, ഞാൻ നിങ്ങളോട് സ്വകാര്യമായിട്ട് കാര്യം ചോദിക്കുക, വ്യക്തിപരമായിട്ടുള്ളതാണ്, നിങ്ങളോട് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതാണ് സിറ്റുവേഷൻ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിലിങ്ങനെ ആലോചിച്ച് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പറയും, ഞാനൊരു കാര്യം ചെയ്യും, അങ്ങനെയാ ചെയ്തോളൂ. അങ്ങനെ ചെയ്യാമല്ലേ? അങ്ങനെ ചെയ്യാം. പിന്നെ എന്താ സംശയം? അതാണ് ശരി, അതാണ് എൻ്റെ ശരി. ഓക്കെ, ശരി, താങ്ക് യു. ഒന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. വേറൊരാളുടെ അടുത്ത് പോകും, അയാളോട് ചോദിക്കും, അതെ ഞാൻ നിങ്ങളോട് മാത്രമായിട്ടൊരു കാര്യം ചോദിക്കാം, വളരെ രഹസ്യമാണ്, വേറെ ആരും അറിയരുത്, വേറെ ആർക്കും അറിയില്ല, നിങ്ങളോട് മാത്രം ചോദിക്കാൻ ഞാൻ. ഇങ്ങനെയാണ് ചുറ്റുപാട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഉട്ടനെ പറയും, ഇങ്ങനെ ചെയ്തോളൂ പറയും. ആ ചെയ്യാൻ പറഞ്ഞത് മറ്റാൾ പറഞ്ഞതിൻ്റെ വിപരീതമാവും. നിങ്ങൾ ഏത് ചെയ്യും? കഴുതപ്പുറത്ത് സാധനം വെച്ചിട്ട് അച്ഛനും മോനും മാർക്കറ്റിലേക്ക് കർഷക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചിട്ട് അവസാനം ആ കഥ നിങ്ങൾക്ക് അറിയില്ലേ? കുട്ടിച്ചാക്കുകൾ നിറച്ച് ഈ കഴുതയുടെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുപോവുക. അപ്പോൾ ഒരു വഴിപോക്കൻ ചോദിക്കുക, അവനത് പറഞ്ഞു പോവല്ലേ ഉണ്ടോ? നിങ്ങളാൾ കേമനാട്ടോ, രണ്ടാളും നടന്നിട്ട് കഴുതയുടെ മുകളിൽ ഈ ഭാരം വയ്ക്കുക, നല്ല കാര്യമായി എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അച്ഛനത് ബാണ്ണൊക്കെ എടുത്ത് തലയിൽ വെച്ചു. അപ്പോൾ കഴുത ഫ്രീ, കഴുത അങ്ങനെ നടക്കുന്നുണ്ട്, മോനും കയ്യും വീശി നടക്കുന്നുണ്ട്, അച്ഛൻ തലയിൽ ബാണ്ണും വെച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു വഴിപോക്കനെ കണ്ടു. അയാൾ പറഞ്ഞു മകനോട്, ഡോ താൻ എന്ത് പണിയായി ചെയ്യണം? അച്ഛനെ കൊണ്ട് തിരിപ്പിച്ചിട്ട് താൻ കൊണ്ടെടുക്കുക, ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക കയ്യും വീശിയിട്ട്. ആ അത് ശരിയാണല്ലോ, അച്ഛാ അങ്ങോട്ട് തരൂ എന്നിട്ട് അതെല്ലാം ഇയാളുടെ തലയിൽ കയറ്റി വെച്ചു, എല്ലാ ബാണ്ണും. അങ്ങനെ പോകുമ്പോൾ വേറൊരു വഴിപോക്കനെ കണ്ടു. അയാൾ പറഞ്ഞു, എടോ തനിക്കിത്ര വയസ്സായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കുട്ടിയുടെ തലയിൽ വെച്ചിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് നടക്കുക. അപ്പോൾ ഇവർക്ക് സംശയമായി, ഇപ്പം എന്താ ചെയ്യുക? എന്നൊരു കാര്യം ചെയ്യുക, പകുതി എടുക്കുക. അച്ഛൻ പകുതി എടുത്തു, മകൻ പകുതി എടുത്തു, നടക്കുകയായി. നടന്നപ്പോൾ നാലാമതൊരാളെ കണ്ടു. ഡോ നിങ്ങൾക്ക് രണ്ടാൾക്കും പ്രാന്താ, ഈ കഴുത പിന്നെ നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? അതിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് മര്യാദയ്ക്ക് നടക്കലേ വേണ്ടോ? ഓ അത് ശരിയാണല്ലോ. അവസാനം എന്ത് പറ്റി? പണ്ടത്തെ പോലെ പോന മച്ചാൻ തിരുമ്പി വന്നാൻ കോമണത്തോടെ എന്ന് പറഞ്ഞ പോലെ ഈ എല്ലാ പാണ്ണുകളും രണ്ടാമതും കഴുതയുടെ മുകളിൽ വെച്ച് യാത്ര ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടായി അവസാനം? ചോദിച്ചിട്ട്, അഭിപ്രായം ചോദിച്ചിട്ട്. അപ്പോൾ അതിന് മെനക്കെടരുതെന്നോ. ഏതാണ് പ്രവൃത്തി, ഏതാണ് നിവൃത്തി, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ ധർമ്മം ഏതാണ് എന്ന് നിങ്ങൾക്ക് സ്വയം 90% നമ്മൾക്ക് നിശ്ചയിക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ മനസ്സിനോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ ആദ്യം പൊങ്ങി വരും ആൻസർ, അതാണ് ധർമ്മം, അതാണ് ധർമ്മം. പിന്നീട് പൊങ്ങി വരുന്ന കാരണങ്ങളൊക്കെ എന്തുകൊണ്ടത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ചെയ്താലത്തെ വൈഷമ്യങ്ങളാണ് പിന്നെ പൊന്തി വരുന്നത്, അതാണ് അധർമ്മം. മനസ്സിൽ നിന്ന് പൊന്തി വരുന്ന ഫസ്റ്റ് ഇമ്പൾസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് യുവർ ധർമ്മ, ദാറ്റ് ഈസ് എ ക്രീം. 1ാം പാലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ക്രീം.
നിങ്ങൾ ഓഫീസിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള വൃദ്ധൻ റോട്ടിൽ ആ ചാലിൽ വീണു കിടക്കണു, അഴുക്ക് ചാലിൽ വീണ് കിടക്കുന്നു. പ്രായം അങ്ങോട്ടേക്ക് നീക്കാൻ പറ്റുന്നില്ല, ട്രൈ ചെയ്യണം. അങ്ങനെ ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് ചെയ്യണ്ടേ? നിങ്ങൾ ഓഫീസിലേക്ക് ഒരു മീറ്റിങ്ങിന് നല്ല ഡ്രസ്സും സൂട്ടും കോട്ടും ഇട്ടിട്ട് പോവാണ്, ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് ചെയ്യണ്ടേ? ആദ്യം നിങ്ങളുടെ മനസ്സിൽ പൊന്തി വരിക അതൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ, അതാണ് ധർമ്മം. പിന്നെ പൊന്തി വരുന്നത് എന്താ? ഓ, ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓഫീസിൽ മീറ്റിങ്ങിന് പോകണ്ടേ? അത് വേറെ വല്ലവരും വന്നോളും, ആരേച്ചാൽ കൊണ്ടുപോട്ടെ അയാളെ, ഞാൻ ഇത് കണ്ടില്ല എന്ന് വെച്ചങ്ങോട്ട് പോവുക. അതൊക്കെ ധർമ്മമാണ്. ഫസ്റ്റ് ഇമ്പൾസിൽ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ എന്ത് പൊന്തി വരുന്നു അതാണ് നിങ്ങളുടെ ധർമ്മം. അതിന് വേറെ ആരും വേണ്ട. പക്ഷെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും 100 ഒരു 2-3 പോയിന്റ്സ് സംശയം വരികയാണെന്നുണ്ടെങ്കിൽ തസ്മാത് ശാസ്ത്രം പ്രമാണം ച, അതല്ലെങ്കിൽ ഗുരുനാഥനെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഏതായാലും ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി. ഇത് നല്ലൊരു ഡെസിഷൻ വരണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തിയായിട്ടോ നിവൃത്തിയായിട്ടോ നിങ്ങൾക്ക് ഏതാണ് തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ കർമ്മം ചെയ്യുന്നതെല്ലാം തന്നെ കൈകൊണ്ടും കാലുകൊണ്ടാണെങ്കിലും ഭഗവാനിൽ മനസ്സുറപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. ഭഗവാനിൽ മനസ്സുറപ്പിക്കാതെ ചെയ്യുന്ന എന്താ പറയുക, പ്രവൃത്തിയായാലും കൊള്ളാം നിവൃത്തിയായാലും കൊള്ളാം, രണ്ടും തെറ്റും. ദുര്യോധനൻ അതല്ലേ പറ്റിയത്? ദുര്യോധനൻ അറിവില്ല ഏട്ടാ, എന്തങ്ങനെ ദുഷ്ടനായി മാറിയത്? മനസ്സിൽ മുഴുവൻ എന്താണ് ഷഡ്വൈരികളായിരുന്നു, കാമക്രോധ ലോഭ മോഹമത മത്സരങ്ങളായിരുന്നു മനസ്സ് നിറച്ച്. അതുകൊണ്ട് നേർവഴിക്ക് നയിക്കാൻ പറ്റുന്നില്ല അവന്, അറിയാനിട്ടല്ല. ആരോടും ചോദിക്കേണ്ട ദുര്യോധനന്, അതാണ് വേറെ രസം. അറിയാഞ്ഞിട്ട് ചോദിക്കല്ല, അറിയാം പക്ഷെ ചോദിക്കില്ല. അങ്ങനെയുള്ള ചില കൂട്ടർ. എനിക്ക് നല്ല പോലെ അറിയാം ഇത് തെറ്റാണ് ഞാൻ ചെയ്യണത്. ദുര്യോധനൻ ആ തരത്തിൽപ്പെട്ടതാണ്. അമ്മോട് സമ്മതിക്കവൻ ഒരു സമയത്ത്, എന്തിനാടാ കുട്ടിയെ നീ ഇതിനൊക്കെ പോണം? നിൻ്റെ സഹോദരന്മാരായിട്ട് നിനക്ക് സ്നേഹത്തിൽ വർത്തിച്ചൂടെ? പാണ്ഡവന്മാരായിട്ട് ചെറിയച്ഛൻ്റെ മക്കളല്ലേ, വലിയച്ഛൻ്റെ മക്കളല്ലേ, എന്തിനാ അങ്ങനെ തല്ലൂടാൻ പോണത്? എന്തിനാ അവന് വിഷം കൊടുക്കണം? എന്തിനാ അവൻ അങ്ങനെ ചെയ്ത്? എന്തിനാ അവൻ എങ്ങനെ ചെയ്ത്? ഇതൊക്കെ കേട്ടിരുന്നു കുരങ്ങൻ. അവസാനം എന്താ ഗാന്ധാരിയോട് പറഞ്ഞറിയാം, അമ്മേ എനിക്കിതൊക്കെ അറിയാം. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നചമേ നിവൃത്തിം. ഞാൻ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാമേ, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അമ്മയ്ക്കറിയില്ലേ? ഞാൻ പോയി പഠിച്ചിട്ടുണ്ട്. ജാനാമി ധർമ്മം, പക്ഷേ നചമേ പ്രവൃത്തിയും, അത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ധർമ്മം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം, അത് പ്രവർത്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെയോ ജാനാമ്യധർമ്മം, അധർമ്മം എന്താണെന്ന് എനിക്കറിയാം, ചെയ്യാൻ പാടില്ലാത്ത എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ നചമേ നിവൃത്തിയും, അതിൽ നിന്ന് നിവൃത്തി എടുക്കാൻ പറ്റുന്നില്ല. വേണ്ടാന്ന് വെച്ച് പിന്നാക്കം വരാനും പറ്റുന്നില്ല, ചെയ്യേണ്ടത് ചെയ്യാനും പറ്റുന്നില്ല, ചെയ്യാണ്ടിരിക്കാതിൽ നിന്ന് പിന്മാറാനും പറ്റുന്നില്ല. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തിയും ജാനാമ്യധർമ്മം നചമേ നിവൃത്തിയും. കാരണം എന്താ അറിയാമോ? കേനാപി കാമേന ഹൃദിസ്ഥിതേന, കേനാപി കാമേന ഹൃദിസ്ഥിതേന, ഏതോ ഒരു കാമം, ആഗ്രഹം വന്നിട്ട് മനസ്സിലിങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും അടിമയാക്കിയിട്ട്, എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയും ഒക്കെ അടിമയാക്കിയിട്ട് കേനാപി കാമേന ഹൃദിസ്ഥിതേന. എവിടുന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല. ഒരു സാധനം പടി ഇരിപ്പുണ്ട്, ഒരു ഭൂതം. അവൻ പറഞ്ഞത് കേൾക്കല്ലാണ്ട് എനിക്കിപ്പോൾ നിവൃത്തിയില്ല. കേനാപി കാമേന ഹൃദയസ്ഥിതേന യഥാ നിയുക്തോസി തഥാ കരോമി. അവൻ എന്ത് ഓർഡർ ചെയ്യണോ ഞാനത് ചെയ്യുക. എൻ്റെ കാമം ക്രോധം ലോഭം മോഹം മതം മത്സരം എന്നുള്ള ആൾക്കാർ, ഷഡ്വൈരികൾ വന്നിട്ട് എൻ്റെ കോട്ട കീഴടക്കി.
എൻ്റെ പേഴ്സണാലിറ്റി ഹാസ് ബീൻ ടോട്ടലി കൺട്രോൾഡ്. അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഞാൻ നടക്കണം, പാവയായിട്ട് നടക്കുക. എനിക്കറിയാം ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ ഐ എം ഹെൽപ്ലെസ്. യഥാ നിയുക്തോസി തഥാ കരോമി വാട്ട് എവർ ദേ ഓർഡർ. അവരെന്ത് പറഞ്ഞോ റാൻ മൂളല്ലാണ്ട് എനിക്കൊരു വഴിയില്ല. ഐ എം കോട്ട്. എന്താ കാരണം? പരിശീലനം അങ്ങനെയായിപ്പോയി. ചെറുപ്പം മുതലേ അവനെ കറക്റ്റ് ചെയ്യാൻ ആരുമില്ല. അച്ഛന് കണ്ണ് കാണില്ല, അമ്മ വേണച്ച് കണ്ണ് കെട്ടി. ഇതൊക്കെ അബദ്ധങ്ങളാണ് അച്ഛനും അമ്മയും ചെയ്യണതേ. വേണച്ച് കണ്ണ് കെട്ടിയിരുന്നു. അപ്പോൾ കുട്ടികളുടെ ചെയ്യുന്ന നന്മതിന്മകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പാണ്ഡവന്മാരുടെ നന്മയും അഗാന്ധാരിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കൗരവന്മാരുടെ തിന്മയും ആ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കുട്ടികൾ അങ്ങനെ വളർന്നു. പ്രായമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? പിന്നെ കാമം, ക്രോധം, ലോഭം, മോഹം, മത്സരമൊക്കെ എടുത്ത് കളയണമെങ്കിൽ അവസാനം വേണം ഗതുകൊണ്ട് തുടക്കടി കിട്ടില്ലാണ്ട് നേരിയാവില്ല. മനസ്സിലായില്ലേ? അപ്പം കാമവികാരങ്ങൾക്ക് മനസ്സ് അടിമയായാൽ കടിഞ്ഞാണും ചമ്മട്ടി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവർ നയിക്കുന്നിടത്തേക്ക് നമ്മൾ പോവും. ഇവിടെ പറഞ്ഞു വന്നത് ഭഗവാൻ അത്തരക്കാരനല്ല. നിവർത്താത്മാ എന്താണോ നേരത്തെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അനിവർത്ത, പ്രവൃത്തി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. പ്രവൃത്തി ചെയ്യാനും ഭഗവാൻ അറിയാം, പ്രവൃത്തി ചെയ്യാതിരിക്കാനും അറിയാം. നിവൃത്താത്മാ രണ്ടും ഭഗവാൻ അറിയാൻ അർത്ഥം. അതാണ് ആ നാമത്തിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഏത് കർമ്മത്തിലും അകർമ്മനായിട്ട് നിൽക്കാനും ഭഗവാൻ അറിയാം, ഏത് അകർമ്മത്തിലും കർമ്മത്തെ കാണാനും ഭഗവാൻ അറിയാം. അങ്ങനെ മനസ്സിനെ സന്തുലിതപ്പെടുത്തി കാമവികാരങ്ങൾക്ക് അടിമപ്പെടാതെ നിന്നവന് ഏത് കുട്ടിച്ചാക്ക് തലയിൽ വന്നാലും ജീവിതം ഒരു ഭാരമല്ല. അതൊരു ഭാരേ അല്ല. നമുക്കത് തോന്നുകയില്ല ഭാരമാണെന്ന്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്ത നാമം സംക്ഷേപ്ത 598. സംക്ഷേപ്ത എന്ന് വെച്ചാൽ ചുരുക്കുന്നവൻ എന്നർത്ഥം. കണ്ടൻസർ, എക്സ്പാൻഡർ അല്ല, കണ്ടൻസർ, ചുരുക്കുന്നവൻ. ഇത് ഈ നാമമല്ലെങ്കിലും ഈ ആശയം നമ്മൾ പലതവണ കണ്ടതാണ്. സ്ഥൂലത്തെ സൂക്ഷ്മമാക്കുന്നവൻ അർത്ഥം. പിന്നെയും വീണ്ടും പറയുന്നേ പന്തകാലത്തിലത്തെ കാര്യങ്ങൾ. സംഹാരരുദ്രൻ്റെ പണിയാണത്. എല്ലാ സ്ഥൂല ശരീരങ്ങളെയും പിടിച്ച് സൂക്ഷ്മ ശരീരമാക്കിയിട്ട് അങ്ങോട്ട് കയ്യിൽ പൊടിക്കുപ്പി ഏൽപ്പിച്ചു കൊടുക്കുക. വൃഷ്ടിഭാവത്തിൽ, സമഷ്ടിഭാവത്തിൽ അത്. വൃഷ്ടിഭാവത്തിലോ മൈക്രോകോസമായിട്ട് നോക്കുകയാണെങ്കിലോ ഗാഠനിദ്രയിൽ നമ്മുടെ പ്രതാപവും അഹങ്കാരവും ഒക്കെ എവിടെ പോയി? ഒക്കെ പൊടിക്കുപ്പിയിലാണ്. എന്തായിരുന്നു നമ്മളുടെ പ്രതാപം? ഹൈ കിങ്, എംപറർ, എവിടെ പോയി? ഉറക്കത്തിൽ. വെർ ഈസ് യുവർ എംപയർ? ഇൻ സ്ലീപ്പ്. അതെല്ലാം സ്ഥൂലമായിട്ടുള്ള രാജ്യം, കൊട്ടാരം മുഴുവൻ സൂക്ഷ്മരൂപത്തിലാക്കി മനസ്സിൽ വെച്ച് പൊടിക്കുപ്പിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം കാലത്ത് അതൊക്കെ എടുത്ത് അൺഫോൾഡ് ചെയ്യും. കൊട്ടാരത്തിൽ, പാടം, ഓഫീസ്, കച്ചവടം എല്ലാം അതാത് പ്രാരാബ്ധം അനുസരിച്ചിട്ട്, തലേ ദിവസത്തെ പ്രാരാബ്ധം അനുസരിച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇറ്റ് ഓൾ അപ്പിയേഴ്സ്. അതുപോലെ തന്നെ കൽപ്പാന്തത്തിൽ എല്ലാറ്റിനെയും പിടിച്ച് ചുരുക്കി കുട്ടിച്ചാക്കിലിട്ട് പൊടിക്കുപ്പിയായിട്ട് കെട്ടിക്കൊണ്ടുപോയി ബ്രഹ്മാവാടെ അലാം വെച്ച് ഉണർന്നു കഴിഞ്ഞാൽ, സൃഷ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ പ്രസന്ന് റിലീസ് ചെയ്തു അവരവരുടെ കർമ്മത്തിലേക്ക് പോയിക്കൊള്ളാൻ. അതാത് കർമ്മങ്ങൾ, അതാത് പ്രാരാബ്ധ, സഞ്ചിത പ്രാരാബ്ധം, ആഗമ പ്രാരാബ്ധമൊക്കെ അനുസരിച്ചിട്ട് അതാത് ആൾക്കാർക്ക് അതാത് ശരീരങ്ങൾ കൊടുത്ത് രണ്ടാമതും വീണ്ടും എക്സോസ്റ്റ് യുവർ വാസനാസ് ആൻഡ് കം ബാക്ക്. വാസനകളൊക്കെ നശിപ്പിച്ചിട്ട് വേഗം വാ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിടും. അപ്പോൾ സംക്ഷേപ്ത എന്ന് വെച്ചാൽ ചുരുക്കുന്നവൻ എന്നർത്ഥം.
സാധാരണ ജീവിതത്തിൽ ഡെയിലി നമുക്ക് അനുഭവം, നമ്മളുടെ ശരീരത്തിൽ നടക്കാത്തതൊന്നും ഈ ലോകത്തിൽ നടക്കുന്നില്ല. നമ്മൾക്ക് സാധാരണ എല്ലാ ദിവസവും അനുഭവമല്ലേ. കാലത്ത് അങ്ങോട്ട് നീട്ട് കഴിഞ്ഞാൽ എന്താ നമ്മുടെ മാനിഫെസ്റ്റേഷൻ? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ മനസ്സ് എവിടേക്കാണ് നമ്മൾ എംബ്രേസ് ചെയ്യണം? നമ്മളുടെ മനസ്സിനെ എണീറ്റ് ഉടനെ എവിടേക്കൊക്കെ പോയി അവൻ. ഇപ്പോൾ ഓഫീസാണെങ്കിൽ ഓഫീസിൽ 100 ബ്രാഞ്ചുണ്ട്. ആ 100 ബ്രാഞ്ചിലേക്കും എൻ്റെ മനസ്സ് ഓടിയെത്തി. എത്ര വ്യാപിച്ചു കഴിഞ്ഞു എൻ്റെ മനസ്സ്, എത്ര സ്ഥൂലമായി മാറി എൻ്റെ മനസ്സ്, എവിടേക്കൊക്കെ പോയി. വീട്ടുപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശരി, ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, സൊസൈറ്റിയിലത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശരി, ക്ലബിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശരി, എവിടത്തെ ആയാലും അതെല്ലാം ഞാൻ എൻ്റെ തലയിലേറ്റി വെച്ച് എൻ്റെ മനസ്സിനെ വികസിപ്പിച്ച് ബുദ്ധിയെ വികസിപ്പിച്ച് ഏതെല്ലാം പ്രദേശത്തിലൂടെ ഞാൻ അനിയന്ത്രിതമാം ചിലപ്പോഴി മനമോടാത്ത കുമാർഗമേതടോ, ഒരു നിയന്ത്രണമില്ലാത്ത പോലെ മനസ്സിങ്ങനെ എല്ലാ ദിക്കിലേക്കും നമ്മൾ വിട്ടുകേട്ടിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് അവർ മാനിഫെസ്റ്റേഷൻ, ദാറ്റ് ഈസ് അവർ ഗ്ലോറി, ദാറ്റ് ഈസ് അവർ വിഭൂതി. ഒക്കെ എൻ്റെ സ്ഥൂല രൂപമാണ്. എൻ്റെ മനസ്സ് പോകുന്നതൊക്കെ എൻ്റെ സ്ഥൂല രൂപമാണ്. ഇതൊക്കെ ഗാഠനിദ്രയിൽ എവിടെ പോയി? when you are in deep sleep. ഈ ഓഫീസ് അവിടെ പോയി, ക്ലബ്ബ് അവിടെ പോയി, ഭാര്യ അവിടെ പോയി, മക്കളവിടെ പോയി, എവിടെ പോയി? ഒരു ഒളിച്ചോടി പോയോ? നാട് വിട്ടുമോ? ഇല്ലല്ലോ. ഒക്കെ ഫോൾഡഡ്, ഒക്കെ മടക്കി പൊടിക്കുപ്പി. മടക്കുകൂട കേട്ടിട്ടുണ്ട്, ഫോൾഡിങ് അംബ്രല. മഴയും വെയിലൊക്കെ ഉള്ളപ്പോൾ കേമായിട്ട് കൊണ്ട് നടക്കും ഇങ്ങനെ. എൻ്റെ ആവശ്യം കണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഓഫീസിലെത്തി വീട്ടിലെത്തി എന്ത് ചെയ്യും നമ്മൾ? അപ്പം മടക്കി തന്നെ ഫോൾഡിങ് അംബ്രല. എന്നിട്ട് കളയോ? കളയാൻ പറ്റില്ല. കളഞ്ഞാൽ പോയില്ലേ. അതിനെ കൊണ്ട് ആവശ്യമുണ്ട് പിന്നെയും. അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഫോൾഡിങ് നന്നായിട്ട് നടന്നു പോയിട്ട് നമ്മളെയൊക്കെ മറയ്ക്കാൻ പറ്റിയിട്ടുള്ള ആ വലിയൊരു കാലം കൊട, ഇരിഞ്ഞാലക്കൊട എന്ന് വേണം പറയാം. അത് മടക്കി 3 ഫോൾഡ് ആക്കിയിട്ട് ഹാൻഡ് ബാഗിലിട്ടു. ബും, ആരും അറിയില്ല. പൊടിക്കുപ്പി. എന്താ പറയുക, സ്ഥൂലമായിട്ടുള്ള ആ കുടയെ സൂക്ഷ്മമായിട്ടുള്ള കുടയാക്കി എൻ്റെ ഹാൻഡ് ബാഗിൽ ഞാൻ സൂക്ഷിക്കുന്നു. എത്ര വരെ? ഓഫീസിൽ നിന്ന് ഇറങ്ങണ വരെ. അത് കഴിഞ്ഞാലോ പിന്നെയും എൻ്റെ പണി തുടങ്ങുകയും പിന്നെയും നിർത്തി. ഇതൊക്കെ പിന്നെയും മാനിഫെസ്റ്റായി. സോ ഇങ്ങനെ മാനിഫെസ്റ്റ് അൺമാനിഫെസ്റ്റ്, പുനരഭിജനനം പുനരഭിമരണം, പുനരഭിജനനം പുനരഭിമരണം. ഇങ്ങനെ സംക്ഷേപിക്കുക, വലുതാക്കുക, ചെറുതാക്കുക, വലുതാക്കുക, ചെറുതാക്കുക, വലുതാക്കുക. ഇതന്നെ പ്രയാണം. അപ്പോൾ ലോകത്തിനെ പ്രളയകാലത്ത്, ലോകാവസാന കാലത്ത്, കൽപ്പാന്ത കാലത്ത് ചുരുക്കുകയും അവസാന കാലത്ത് അതിനെ ചുരുക്കി സൂക്ഷ്മരൂപമാക്കുകയും യുഗാരംഭത്തിൽ ഉണരുന്ന ജഗത്തിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതാത് കർമ്മത്തിനനുസരിച്ച് സൃഷ്ടിക്കുന്നു. ആണ് സംക്ഷിപ്ത വാക്കിൻ്റെ അർത്ഥം. അടുത്ത നാമം 599 ക്ഷേമകൃത്. ക്ഷേമത്തെ ചെയ്യുന്നവൻ എന്നർത്ഥം. ക്ഷേമകൃത്, ക്ഷേമം തരുന്നവൻ. എന്താ ഈ ക്ഷേമം? യോഗക്ഷേമം എന്നുള്ളൊരു വാക്ക് പഠിച്ചിട്ടുണ്ടോ? യോഗക്ഷേമം പഞ്ചാംഗമല്ല. യോഗക്ഷേമം എന്ന് പറഞ്ഞപ്പോൾ പണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. യോഗവും ക്ഷേമവും. യോഗവും ക്ഷേമവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. 2 ലക്ഷ്യമേ. എന്തായാലും തൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ യോഗക്ഷേമം എന്ന് പറയാം. ഒരു തെറ്റുമില്ല. എല്ലാവരുടെ ലക്ഷ്യവും യോഗക്ഷേമ. ഇപ്പോൾ കയ്യിലില്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ ചൊൽപ്പടിയിലില്ലാത്ത വസ്തുക്കളെ, വ്യക്തികളെ, സ്ഥാപനങ്ങളെ, എന്ത് വേണമെങ്കിൽ ആവാം. ഇന്ന് എൻ്റെ കയ്യിലില്ലാത്ത പൊരുളെ കിട്ടാൻ ശ്രമിക്കുന്നതാണ്, കിട്ടുന്നതാണ് യോഗം.
ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ റവ ലഡ്ഡു ഇല്ല. അതൊരാൾ കൊണ്ടുവന്ന് കയ്യിൽ വന്നാൽ പ്രഭാഷണമൊന്നും ഞാൻ നോക്കില്ല, ഞാൻ എടുത്ത് വായിലിടും. അത് യോഗം. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. ഇല്ലാത്തൊരു വസ്തു എനിക്ക് കിട്ടി. ഞാൻ ആഗ്രഹിച്ച വസ്തു എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, എനിക്കത് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സഫലീകരിച്ച് അത് യോഗം. മനസ്സിലാവുന്നില്ലേ? അതേ സമയത്ത് ഓൾറെഡി എനിക്ക് കിട്ടി, എനിക്ക് ആവശ്യമുള്ള എനിക്ക് കിട്ടി. പക്ഷെ കിട്ടിയോണ്ട് മാത്രം പോരാ, അത് നിലനിൽക്കണം. ഈശ്വരാധീനം കൊണ്ടൊരു ഒരു കുട്ടി ജനിച്ചു, ദൈവാധീനം കൊണ്ട് പിറ്റേ ദിവസം മരിക്കുകയും ചെയ്തു പറഞ്ഞ പോലെ ആവരുത്. ഇന്ന് കൈ കിട്ടിയിട്ട് നാളെ അങ്ങോട്ട് തട്ടിക്കളെ, പിന്നെ എന്തിനാ തന്നത് എനിക്ക് വെറുതെ ആളെ കൊതിപ്പിക്കാൻ? അതരുത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിൽക്കണം എൻ്റെ കയ്യിൽ, അതെനിക്ക് അനുഭവിക്കണം. അങ്ങ് അവസാനം വരെ, ലൈഫ് ടു ദ ലീസ് എന്ന് പറയില്ലേ, ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ്. അത് അങ്ങേ അറ്റം വരെ എനിക്കത് അനുഭവിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന സുഖം എനിക്ക് അങ്ങേ അറ്റം അനുഭവിക്കണം. അത് ഏത് വസ്തു ആയാലും ശരി, ടി വി ആയാലും ശരി, ഫ്രിഡ്ജായാലും ശരി, കാറായാലും ശരി, സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, അച്ഛനായാലും ശരി, അമ്മയായാലും, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ യൂട്ടിലിറ്റി എനിക്ക് ഫുള്ളായിട്ട് കിട്ടണം. അതിൻ്റെ ഉപയോഗം ഞാൻ ഫുള്ളായിട്ട് ഞാൻ അനുഭവിക്കണം, പൂർണ്ണമായിട്ട് ഞാൻ അനുഭവിക്കണം. അത് സാധിക്കുന്നതാണ് ക്ഷേമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോഗവും ക്ഷേമവും അല്ലാതെ നമുക്ക് ജീവിതത്തിലെ മൂന്നാമതൊരു ആക്ടിവിറ്റി എന്താ ഉള്ളത്? കിട്ടാത്ത കാര്യം കിട്ടുക, കിട്ടിയ കാര്യം നിലനിർത്താൻ നോക്കുക. അല്ലേ? അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ഭഗവാൻ വന്നാൻ പറയാൻ? ക്ഷേമകൃത്, ക്ഷേമം തരുന്നവനാണ് ഭഗവാൻ. മീനിങ് ഈശ്വര അനുഗ്രഹം കൊണ്ട് നിനക്ക് യോഗം സാധിച്ചു, നീ ആഗ്രഹിച്ച സാധനം നിനക്ക് കിട്ടി. അത് കിട്ടിയോണ്ട് പോരല്ലോ, പകുതിയല്ലേ ആയുള്ളൂ. ഇനി ബാക്കി പകുതി എന്താ? അത് അനുഭവിക്കണ്ടേ? അതാണ് ക്ഷേമം. ആ ക്ഷേമം ഞാനാണ് നിനക്ക് തരുന്നത്, ക്ഷേമകൃത്. ഈ യോഗത്തിനെയും ക്ഷേമത്തിനെയുമാണ് നമ്മുടെ പണ്ടത്തെ പ്രാചീന ആചാര്യന്മാർ കാമിനി, കാഞ്ചന കാമിനി എന്ന് പറയും. ആധ്യാത്മിക ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ കാമിനി കാഞ്ചന എന്ന് പറയുന്നത് ഇതിനെയാണ്. അല്ലാണ്ട് സ്വർണത്തിനെയും സ്ത്രീയും അപലപിച്ചു എന്ന് പറഞ്ഞ് വനിതാ കമ്മീഷൻ കേസ് എടുക്കാനൊന്നും പോണ്ട. ഞാൻ സ്വർണത്തിനെ അപമാനിച്ചിട്ടില്ല, സ്ത്രീകളെ അപമാനിച്ചിട്ടില്ല. സ്വർണം പ്രതിനിധാനം ചെയ്യുന്നത് കിട്ടാത്ത സാധനം കിട്ടണമെന്നുള്ള ആഗ്രഹം, അതാണ് സ്വർണം. എന്താ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ അതൊരു ടെക്നിക്കൽ ടേം, മൗസ് എന്നൊക്കെ പറഞ്ഞ പോലെ, വിൻഡോസ് എന്നൊക്കെ പറഞ്ഞ പോലെ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സ്വർണം എന്ന് നമ്മൾ എവിടെ പറയുന്നോ അവിടെയൊക്കെ അതിൻ്റെ അർത്ഥം, കാഞ്ചനം എന്നുള്ളത് അതിൻ്റെ ഒക്കെ അർത്ഥം എനിക്ക് കിട്ടാൻ ഉള്ള ആഗ്രഹം കൊണ്ട് കിട്ടാനുള്ള വസ്തുവിനെയാണ് ഞാൻ സ്വർണം എന്ന് പറയുന്നത്. അത് ദാറ്റ് ഈസ് കോൾഡ് യോഗം. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് അനുഭവിക്കുന്ന പ്രക്രിയയാണ് കാമിനി എന്ന് പറയുന്നത്. വ്യാപ്തിയിൽ അർത്ഥം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം, എടുക്കാം, സ്വർണവും കാമിനി കാഞ്ചനി. പക്ഷെ അതിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നത് ഇതാണ്. അല്ലാണ്ട് സ്ത്രീ വിരോധികളല്ല പൂർവികന്മാർ, സ്വർണ്ണ വിരോധികളും എല്ലാവരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ക്ഷേമകൃത് എന്ന് പറഞ്ഞാൽ നിൻ്റെ ക്ഷേമത്തെ ഞാൻ സാധിച്ചു തരുന്നവനാണ്, നിൻ്റെ ക്ഷേമം ഞാനാണ് സാധിച്ചു തരുന്നത്. നീ എന്തിനാ പറയണം? നിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ, അതെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഭഗവാനാണ് യോഗത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കർത്താവ്. പല ആൾക്കാർക്ക് അത് അറിയില്ല. നമ്മുടെ ചുമതലയാണ് നമ്മൾ വിചാരിച്ചിരിക്കണത്, അല്ലേ? നമ്മളെല്ലാവരും ഇപ്പം അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? എനിക്ക് കിട്ടേണ്ട സാധനം കിട്ടേണ്ടത് എൻ്റെ ചുമതലയല്ലേ? എനിക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്തേണ്ടത് എൻ്റെ ചുമതലയല്ലേ? പെട്ടെന്ന് ചോദിച്ചാൽ പറയും, ആ അതെ, അതിനകത്ത് എത്ര സംശയം? ഒന്ന് നല്ലോണം ആലോചിച്ച് പറയൂ. കിട്ടേണ്ട കാര്യമൊക്കെ നീ അങ്ങോട്ട് ആലോചിച്ച് അങ്ങോട്ട് കിട്ടുമോ? കിട്ടിക്കഴിഞ്ഞ സാധനമൊക്കെ നീ എൻ്റെ കയ്യിൽ ഇങ്ങനെ ജന്മമാല വെച്ചുകൊണ്ടിരിക്കണമെന്ന് അതും പറ്റുമോ? നടക്കുമോ?
നീ വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. പിന്നെന്താ ഞാൻ കാരനാണ് ഞാൻ കിട്ടണത്, ഞാൻ കാരനാണ് നിലനിർത്തുന്നത് പറയാൻ കാരണം? അപ്പോൾ ഇതിൻ്റെ കർത്താവ് ആരാ? യോഗത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കർത്താവ് ആരാ? കൃത്താരാ? അതിപ്പോൾ ആരാന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, ഭഗവാൻ തന്നെ. ഭഗവാൻ തന്നെ. നമ്മളത് സമ്മതിക്കില്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും പറയും? ഇപ്പോൾ ഞാൻ വെള്ളം കോരിത്തരാം, അങ്ങോട്ട് മാറിക്കുക എന്ന് പറഞ്ഞാൽ തുടിയും കയറും കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വലിച്ചോളാം, സാരില്ല, അധികം ആഴൊന്നുമില്ലാന്നേ. എന്നിട്ടെന്ത്? കയറും പൊട്ടും, ബക്കറ്റും പൊട്ടും, തുടിയും പൊട്ടും, വെള്ളവും കിട്ടില്ല. ഇങ്ങനെ ഒരവസ്ഥയിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കൂത്തുമറയും. ഭഗവാൻ അപ്പുറത്തുനിന്ന് പറയണോ, താന്ന് മാറിക്ക്, വെള്ളം കോരുക മാത്രമല്ല വെള്ളം അടുക്കളയിലേക്ക് ഞാൻ വെച്ച് തരും ചെയ്യാം, ഒന്ന് മാറി നിൽക്ക്, അതിനുള്ള അനുവാദം ഒന്നും എനിക്ക് താ, ഇന്നൊന്ന് വെള്ളം കോരാൻ സമ്മതിക്കുക. ഞാൻ തന്നെ കോരണം, ഞാൻ തന്നെ കൊണ്ടുപോകണം, എൻ്റെ തലയിൽ തന്നെ വയ്ക്കണം. ആയിക്കോട്ടെ, താങ്ക് യു. 50-ാം അധ്യായത്തിൽ ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് അർജുനോട് പറഞ്ഞിട്ട്, അർജുന, നീ വെറുതെ വിട്ടിത്തരം വിചാരിക്കണ്ട, നീ ഒന്നും ചെയ്യുന്നില്ല, നീ ആകപ്പാട് ചെയ്യേണ്ടത് എനിക്കൊരു മുക്തിയാറ എഴുതി തരും, ഒരു പവർ ഓഫ് അറ്റോർണി എനിക്ക് തരിക, ഈ 2 കാര്യങ്ങൾ നോക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നീ സ്വസ്ഥമായിട്ട് അവിടെ ഈസിച്ചേർന്നിരുന്നോ, ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ട്, ഐതിഹ്യമാലയോ കുഞ്ഞോട്ട് തമ്പുരാൻ്റെ മഹാഭാരതം എന്തെങ്കിലുമൊക്കെ വായിച്ചൊരു കസാലയിൽ അവിടെ ഇരിക്കുക, ഇടയ്ക്ക് ചായയും പലഹാരമൊക്കെ കൊണ്ടുവരാം, അങ്ങോട്ട് ആൾക്കാർ ശല്യം ചെയ്യാണ്ടിരിക്കുക, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ഇത് കൂടുതൽ ഭഗവാൻ എങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങി വരുന്നതാണ് പറയുന്നത് നിങ്ങൾ? നമ്മുടെ യോഗവും നമ്മളുടെ ക്ഷേമവും എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതം മുഴുവൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമുക്ക് അറിയോ? ഇത് ഏറ്റെടുക്കുന്ന ആളാണ് അപ്പുറത്തുള്ള ആളാണ്. നമ്മളത് സമ്മതിച്ചു കൊടുക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു അറ്റോർണി, പവർ ഓഫ് അറ്റോർണി കൊടുക്കാൻ അദ്ദേഹം പറയണത്, ഒന്നും ഒപ്പിട്ടിങ്ങിടുതാ മനസ്സുകൊണ്ട്, പേപ്പറിലൊന്നും ഒപ്പിടണ്ട, മനസ്സുകൊണ്ട് നീ ഒന്ന് ഒപ്പിട്ടതാ. അനന്യശ്ചിന്തയന്തോ മാം യേ ജനം പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യശ്ചിന്തയന്തോ മാം. അതിൽ ചില കണ്ടീഷൻ ഉണ്ട്. വെറുതെ ഇരിക്കല്ലേ, വെറുതെ ഇരിക്കുമ്പോൾ ചില കണ്ടീഷൻ ഉണ്ട്. ഇവൻ അധ്വാനിക്കൊന്നും വേണ്ടല്ലോ, അത് 1-2 ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ പാലിച്ചാൽ നിൻ്റെ യോഗവും നിൻ്റെ ക്ഷേമവും ഞാൻ തരും. എന്താ കണ്ടീഷൻ? അനന്യശ്ചിന്തയന്തോ മാം. നീ ഐസിച്ചേറിൽ നിന്നിട്ട് വേറെ നിൻ്റെ ജീവിത ലൗകിക കാര്യങ്ങളൊന്നും ആലോചിക്കാണ്ടിരിക്കുക. കാരണം അതൊക്കെ ഞാൻ ഏറ്റു. 3 നേരം തട്ടിവിടാനുള്ളത്, മൂക്കറ്റം തട്ടിവിടാനുള്ളത് ഞാൻ കൊണ്ടുവന്നരാം. പിന്നെ എന്തിനാണ് അന്യചിന്ത? അനന്യശ്ചിന്തയന്തോ മാം, വേറെ ചിന്തയില്ലാതെ, യേ ജനം പര്യുപാസതേ, ആരാണോ എന്നിൽ സദാ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചിന്തിക്കല്ലാണ്ട് വേറെ എന്താ പണി? വേറെ എല്ലാ പണിയും അദ്ദേഹം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്തിനാ വേറെ അടിച്ചു വരാൻ നിൽക്കണം? വെള്ളം കോരലും അടിച്ചു വാരലും കഷ്ടം നോക്കലും ഒക്കെ അയാൾ ചെയ്തു തരേ. എന്തൊരു സൗകര്യം നോക്കൂ, എന്തൊരു വെർസറ്റൈൽ ഹോം മെയ്ഡാ ഭഗവാൻ അല്ലേ? എല്ലാം ചെയ്തു തരുന്ന പറഞ്ഞ യോഗക്ഷേമം. പക്ഷെ നമ്മൾ കിടന്ന് ചാടി കളിക്കരുത്. അതങ്ങനെയല്ല ചെയ്യുക, ഇതിങ്ങനെയല്ല ചെയ്യുക, അതൊക്കെ അയാൾ നോക്കിക്കോളും. അനന്യശ്ചിന്തയന്തോ മാം. പിന്നെ എന്തോടെ നേരം പോവാൻ ചെയ്യുക? യേജന പര്യുപാസതേ. ഞാൻ ഇയാൾക്കൊരു പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ ഭഗവാനെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് എന്നെക്കുറിച്ച് ഓർക്കുക നീ. യേജനാം ഹൂ എവർ ഹീ ഹൂ, ആരായാലും കൊള്ളാം, അമേരിക്കക്കാരനായാലും കൊള്ളാം, ആഫ്രിക്കക്കാരനായാലും ശരി, ഓസ്ട്രേലിയക്കാരനായാലും ശരി, കർത്താവനായാലും ശരി, വെളുത്തവനായാലും ശരി, സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, ഉച്ചനായാലും ശരി, നീചനായാലും ശരി, ധനവാനാണെങ്കിലും ധനവാൻ അല്ലെങ്കിലും ശരി, യേ ജനാം, യൂണിവേഴ്സൽ പ്രൊനൗൺ, പര്യുപാസതേ, 24/7 ഓൾവേസ് തിങ്കിങ് അബൌട്ട് മീ, തേഷാം, അവൻ്റെ, നിത്യാഭിയുക്താനാം, I will always complete his യോഗക്ഷേമം വഹാമ്യഹം.
അവൻ്റെ യോഗവും ക്ഷേമവും ഞാൻ ഏറ്റെടുക്കും. ഐ വിൽ അണ്ടർടേക്ക്. എന്തൊരു അണ്ടർടേക്കിംഗ് അത്! സ്റ്റാമ്പ് പേപ്പറിൽ അത്ര ശക്തിയായിട്ട് പറയാൻ പറ്റുമോ? തേഷാം നിത്യാഭിയുക്താനാം, അവർ യുക്തന്മാരാണ്, യോഗികളാണ് അവർ. കാരണം എന്നെക്കുറിച്ച് സദാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ശേഷാം നിത്യാഭിയുക്താനാം, അവരുടെ യോഗക്ഷേമം ഞാൻ കളയും. അതല്ലാണ്ട് ഇത് കൈ തരൂല്ല, തീറ്റൂല്ല, തിന്നൂല്ല, പാമ്പ് ചാവൂല്ല, വടി മുറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ, വളവള അവസ്ഥയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ വ്യവഹാരം നടക്കില്ല കുട്ടാ. ഒന്നുകിൽ നീ തീരുമാനിക്കുക, എല്ലാം എനിക്ക് മുക്തിയാറ് എഴുത്താ, കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യാൻ പറഞ്ഞിട്ട്. അതല്ല നീ ഏറ്റെടുത്തു, നീ ചെയ്യുന്ന എൻ്റെ പാടായി, എന്നെ വിളിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മാസം തോറും ഓടി വരുത്. കട്ട് ചെയ്തു, കട്ടോ, ജീവിച്ചോ, എൻ്റെ ഇഷ്ടത്തിന് നീ ജീവിച്ചോ. മറ്റൊന്നുമെന്നിയെ ഏറ്റ് സേവിച്ചിടും ചിലർ, മറ്റൊന്നുമെന്നിയെ എന്നെ ഏറ്റു സേവിച്ചിടും ചിലർ. മറ്റൊന്നുമല്ലാതെ എല്ലാം ഞാൻ തന്നെ എന്ന് വിചാരിച്ച് സേവിച്ചിടും ചിലർ. ആ നിത്യയോഗികൾക്കൊക്കെ യോഗക്ഷേമം വഹിപ്പു ഞാൻ. അവർക്കൊക്കെ യോഗക്ഷേമം ഐ ആം പ്രിപ്പയർഡ്. അവർക്കൊക്കെ യോഗക്ഷേമം അവർ ഞാൻ കൊടുക്കുന്നവരാണ്. ഈ ഭഗവത് വാക്യപ്രകാരമാണ് ക്ഷേമകൃത് എന്ന് ഭീഷ്മർ അവിടെ പറയാൻ കാരണം. ഭഗവാൻ ഓൾറെഡി ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, യോഗത്തിനും ക്ഷേമത്തിനും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യോഗക്ഷേമം വഹാമ്യഹം. വേണമെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഭഗവാനെ ഏൽപ്പിക്കാൻ, അങ്ങനെ ഒരു വകുപ്പുണ്ട്. അത് വേണമെങ്കിൽ ഇറ്റ് ഈസ് യുവർ ഓപ്ഷൻ, നമ്മളുടെ ഓപ്ഷനത്. വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ തൻ്റെ കാര്യം നോക്കിക്കോളാം, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറയാം. അതും ചെയ്യാം, അങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. കർത്തും അകർത്തും അന്യഥാകർത്തും, എങ്ങനെ വേണേൽ ചെയ്യാം, എങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണേൽ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ കംപ്ലീറ്റ് ടോട്ടലി ഫ്രീഡം തന്നിരിക്കുക ഭഗവാൻ. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇത് ചെയ്തു തരാം, പക്ഷെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കണ്ടീഷൻ ഉണ്ട്. അനന്യ ചിന്തയന്തോ മാം യേ ജനാം പര്യുപാസതേ, ദാറ്റ്സ് ഓൾ. രണ്ട് കണ്ടീഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്റ്റാറ്റസ് മാറി. യു ആർ എ സ്റ്റാറ്റസ് ഹോൾഡർ, എൻ്റെ സ്റ്റാറ്റസേ മാറി. തേഷാം നിത്യാഭിയുക്താനാം, പിന്നെ നീ യോഗിയായി, യു ആർ അണ്ടർ മൈ കൺട്രോൾ. എൻ്റെ ക്ലബിൽ നീ മെമ്പർഷിപ്പ് രജിസ്റ്റർ ചെയ്തു, പിന്നെ എന്താ നിനക്ക് പേടിക്കാനുള്ളത്? കാരണം യോഗക്ഷേമം വഹാമ്യഹം, ഐ പ്രോമിസ്, ഐ ഗ്യാരണ്ടി ദാറ്റ് ഐ വിൽ ഗെറ്റ് യു. എന്ത് സുഖമല്ലേ! പക്ഷെ എന്താ അറിയോ, അതങ്ങോട്ട് വിട്ടുകൊടുക്കണ്ടേ? എന്താ ഈ അഹങ്കാരം, ഞാനാ ചെയ്യണം എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടല്ലോ. ഈ കുരു ചൊറിഞ്ഞാലൊരു സുഖം കിട്ടില്ലേ, അതിങ്ങനെ ഇടയ്ക്ക് ചൊറിയണ്ടേ, ഞാൻ ചെയ്തു എന്ന്. അത് വയ്യ, അത് വിട്ടുകൊടുക്കാൻ വയ്യ. സഹിച്ചോളൂ, ആരാ വേണ്ട പറഞ്ഞു അല്ലേ? ഓക്കെ, അടുത്ത നാമം 600ാമത്തെ നാമം ശിവ. ശിവ എന്ന് വെച്ചാൽ മംഗളസ്വരൂപൻ എന്നുള്ള അർത്ഥമേ വാക്കിനുള്ളൂ. അപ്പോൾ മംഗളസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ശിവ എന്നുള്ള പേര് ഡിക്ഷണറി പ്രകാരം നോക്കുകയാണെങ്കിൽ ശരിയാണ്. 27ാമത്തെ നാമത്തിലും ശിവ എന്നുള്ളൊരു നാമം വരുന്നുണ്ട്. അതിന് വേണ്ടത്ര വ്യാഖ്യാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരർത്ഥത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ത്രിമൂർത്തികളെല്ലാം 3 പേരും പരബ്രഹ്മങ്ങൾ തന്നെയാണ്. 3 പരബ്രഹ്മങ്ങൾ തന്നെയാണ്, സെയിം പേഴ്സൺ. വിഷ്ണുവും ശിവനും രണ്ടല്ല, അവർക്ക് 2 ഓഫീസ് ഉണ്ടെന്നേ ഉള്ളൂ. കൈലാസത്തിൽ ഭഗവാൻ എന്താ പറയുക, സംഹാരമൂർത്തിയായിട്ട് പോകുമ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ശിവൻ എന്ന് പറയണു, ഈ സീറ്റിലിരിക്കുമ്പോൾ വിഷ്ണു എന്ന് പറയണു, സൃഷ്ടി സീറ്റിലിരിക്കുമ്പോൾ ബ്രഹ്മ എന്ന് പറയണു. അത്രയേ ഉള്ളൂ. ഇവരൊക്കെ ഒന്ന് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും ഒന്ന് തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ഇവരെല്ലാവരും കൂടി പിടിച്ചൊരു കുപ്പിയിലിട്ടാൽ ഒരാളാണ്. 3 ആൾ 3 വ്യത്യസ്തമായിട്ട് പേരുകളോട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി ദ പേഴ്സൺ ഈസ് എ സെയിം. വൈകുണ്ഠോഹം അഹം വിഷ്ണുർ നാവയോഗോ രശ്മി വൈദിക. ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറയണം. വൈകുണ്ഠത്തിലിരിക്കുമ്പോൾ ഞാൻ വിഷ്ണു, ശിവൻ പറയാണ്. വൈകുണ്ഠത്തിലിരിക്കുമ്പോൾ ഞാൻ വിഷ്ണു ഇവിടെ ഇരിക്കുമ്പോൾ അവൻ ശിവൻ. ഇത് ബ്രഹ്മാവിൻ്റെ അടുത്തിരിക്കുമ്പോൾ അത് ബ്രഹ്മാവ്. ദാറ്റ്സ് ഓൾ.
3 ദിക്കിൽ ഓഫീസ് ഉണ്ടെങ്കിൽ 3 ദിക്കിൽ ഇഷ്ടമുള്ള പോലെ ചെന്നിരിക്കണം. അതായത് ജോഗ്രഫിക്കൽ ഏരിയ നോക്കിയിട്ട് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യത്തിന് അവിടെ ചെന്നിരിക്കണം. അപ്പോൾ ആ ഓഫീസിൻ്റെ അധിപനാവണു. അവിടെ ചെന്നിരിക്കുമ്പോൾ ഈ ഓഫീസിൻ്റെ അധിപനാവണം, ഇവിടെ ചെന്നിരിക്കുമ്പോൾ ഈ ഓഫീസിൻ്റെ അധിപനാവുന്നു. 3 ഫങ്ഷൻസ്, ആളൊന്ന്, പേര് വേറെ, ഡെസിഗ്നേഷൻ വേറെ. ആയിക്കോട്ടെ, ഇതൊക്കെ ഡെസിഗ്നേഷൻസാണ്. വിഷ്ണു ഡെസിഗ്നേഷനാണ്, ശിവൻ ഡെസിഗ്നേഷനാണ്, ബ്രഹ്മാവ് ഡെസിഗ്നേഷനാണ്. ഓഫ് ഹൂം? ഓഫ് ദ സെയിം എൻറ്റിറ്റി കോൾഡ് ബ്രഹ്മൻ. അതാണ് രസം. എയർപോർട്ട് ശിവ എന്ന് പറയുന്നത് സെയിം തിങ്. അതുകൊണ്ട് യാതൊരു വ്യത്യാസമില്ല ശിവനും ഇതുമായിട്ട്. അതുകൊണ്ട് തമ്മിൽ തല്ലിന് തർക്കമൊന്നും വേണ്ട. ശൈവൈറ്റ്സ് വൈഷ്ണവൈറ്റ്സ്, ഞാൻ ഗോപി മേപ്പെട്ട വരയ്ക്കുക, ഞാൻ ഗോപി നേരെ വരയ്ക്കുക, എപ്പെട്ട എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ ആ തമ്മിൽ തല്ലൊന്നും വേണ്ട. ശിവനും വിഷ്ണുവൊക്കെ ഒന്ന് തന്നെയാണ്. ശ്രീവത്സവക്ഷ 61 നാമം. മാറിടത്തിൽ ശ്രീവത്സം എന്ന അടയാളമുള്ളവൻ. ഇതിനെക്കുറിച്ച് നമുക്കറിയാലോ, അധികം ഞാൻ കഥ പറയേണ്ട കാര്യമൊന്നുമില്ല. ഭൃഗുമഹർഷി ഭഗവാനെടുത്ത് വന്നിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ആദരിച്ചില്ല എന്നുള്ള ദേഷ്യം കൊണ്ട് ഭൃഗുമഹർഷി ചവിട്ട് കൊടുക്കുന്ന നെഞ്ഞത്ത്. അങ്ങനെ ചവിട്ടാനുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു ഭഗവാന്. ഭഗവാനൊന്ന് കിട്ടാൻ ആവശ്യം കാത്തു നിൽക്കുകയായിരുന്നു. കാരണമില്ലാണ്ടൊരു കാര്യവും നടക്കില്ലല്ലോ. അപ്പം അങ്ങോട്ട് കാലിൻ്റെ അടിയിലൊരു സാധനം, ആവശ്യമില്ലാത്ത സാധനം മുളച്ച് നിൽക്കണ്ടായിരുന്നു. അതൊന്ന് പൊട്ടിക്കണം. ഗൗട്ട് ഒന്ന് പൊട്ടിച്ചു വിടണം. ലോക നന്മയ്ക്ക് അത് നല്ലതല്ല, അത് അപകടമായിട്ട് മാറും. അതൊരു എന്താ പറയുക, അണുബോംബായിട്ട് മാറുന്നത് പിന്നീട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡിഫ്യൂസ് ചെയ്ത് കളയാം. അതൊന്ന് പിടിച്ചങ്ങനെ ഞെക്കി വിട്ടു. ബസ് ഒരു മനുഷ്യ അത് അറിഞ്ഞില്ല. ചവിട്ടിയപ്പോഴാണ് ഭഗവാൻ ഏറ്റിട്ട് കാല് പിടിച്ചിട്ട്, അയ്യോ ഈ പരപരയായിട്ടുള്ള ദേഹത്തിൽ ചവിട്ടിയിട്ട് അങ്ങടെ കാല് വേദനിച്ചോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ക്ഷമാശീലനാണെന്ന് അർത്ഥം. അതാണ് വക്ഷസ്ഥലത്ത് ശ്രീവത്സം ഒരു അടയാളമായിട്ട്, ട്രേഡ് മാർക്കായിട്ട് ഭഗവാൻ അന്ന് തൊട്ട് വെച്ചിരുന്നതാണ്. ശ്രീവത്സം ഭൃഗുമഹർഷിയുടെ കാലാണത്. ആ ക്ഷമയാണ്, ഭഗവാന്റെ ക്ഷമയാണ് അവിടെ കാണിക്കേണ്ടത്. അതൊരു ട്രേഡ് മാർക്കായിട്ട് മാറി എന്നർത്ഥം. മനസ്സിലായോ? അടുത്ത നാമം ശ്രീവാസ. അത് നമുക്ക് അടുത്ത നാളത്തെ ക്ലാസ്സുകളിൽ നോക്കാം. ഇന്നിപ്പോൾ അത് പറയാൻ പുറപ്പെട്ടാൽ കുറച്ച് സമയം എക്സീഡാവും. 2-3 മിനിറ്റിൽ കഴിയില്ല. അപ്പോൾ നമുക്ക് നാളെ വ്യക്തമായിട്ടൊന്നുകൂടി വിപുലമായിട്ട് നമുക്ക് നാളെ അത് കാണാം. അപ്പം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.